നോമ്പുകാലമായിട്ട് പല ആൾക്കാരും നല്ല ആഹാരം കഴിച്ചിട്ടും കഴിക്കാതെയും നോമ്പ് പിടിക്കുന്നവരും തുറക്കുന്നവരും ഉണ്ട്. ഇത് പറയാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ എനിക്ക് മലയിടുക്കിലേക്ക് ഒരു ഓട്ടം വന്നു, അതായത് മരുഭൂമിയുടെ ഉള്ളിലേക്ക്. അങ്ങനെ പോകുന്ന വഴിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഞാൻ വണ്ടിയിലിട്ടിട്ടുണ്ട്, ആരെങ്കിലും കാണുന്നെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ എന്റെ വീഡിയോയിൽ ഈ സ്ഥലങ്ങൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അതിവിജനമായ ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യങ്ങളായിട്ട് കറണ്ടോ അതുപോലെ തന്നെ കടകളോ മറ്റു സൗകര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഈ ഒരു സ്ഥലത്തേക്ക് ഓട്ടം വരുമ്പോൾ എന്റെ വണ്ടിയിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിച്ചിടും. എന്ന് പറയുമ്പോൾ ഈ സ്ഥലത്ത് കടകളോ മറ്റു സൗകര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഒരുപാട് ആടുകളെ മേയ്ക്കുന്ന ആൾക്കാരും കൃഷി ചെയ്യുന്ന ആൾക്കാരും ഈ ഒരു സ്ഥലത്തുണ്ട്. ഏകദേശം ഒരു 10-15 വീട് വരും. അതിൽ ഏകദേശം 4-5 വീടുകളിൽ മാത്രമേ ആളുകളുള്ളൂ. ഇവിടെയുള്ള സൗദികളെല്ലാരും സിറ്റിയിലാണ് താമസം. അങ്ങനെ പോകുന്ന വഴിക്കാണ് ആ ഒരു ബായിയെ കണ്ടുമുട്ടിയത്. നോമ്പ് കാലത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വാക്കാണ്, എനിക്ക് എല്ലാ ദിവസവും ഇവിടെ ഏകദേശം നോമ്പ് പോലെയാണ്. ആ വാക്ക് എന്നെ വല്ലാണ്ട് വേദനിപ്പിച്ചേട്ടോ. അങ്ങനെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമായി. ഇവർക്ക് ഇവിടെ ജോലിയും ശമ്പളവും എല്ലാം ഉണ്ട്, പക്ഷെ അടിസ്ഥാന സൗകര്യങ്ങളാണ് ഈ ഒരു സ്ഥലത്ത് ഇല്ലാത്തത്. കടയില്ല, കറണ്ടില്ല. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ആവശ്യ വസ്തുക്കളൊന്നും കിട്ടത്തില്ല, നല്ല ആഹാരം പോലും കിട്ടത്തില്ല. എന്തേലും സാധനങ്ങൾ തീർന്നു പോയാൽ അടുത്ത പ്രാവശ്യം അറബി വരുന്നവരെ അവിടെ കാത്തിരിക്കേണ്ടി വരും. അതാണ് ഇവരുടെ സാധനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് നിറഞ്ഞത് ഞാൻ അവിടെ നിന്ന് കണ്ട് സന്തോഷിച്ചു. ഇതുപോലെ നമ്മുടെ ഇടയിലും ഒരുപാട് ആൾക്കാർ, നമ്മുടെ വീടിനോട് ചേർന്ന് പോലും ഒരുപാട് ആൾക്കാരുണ്ട്. അവരെയൊക്കെ നമ്മൾ നോമ്പ് ദിവസമായാലും അല്ലാത്ത ദിവസമായാലും കണ്ടില്ല എന്ന് നടിക്കരുത്. അപ്പൊ ശരിയെന്നാ അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ, ബൈ ബൈ.